ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2026 ജനുവരി 5. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്നതായും സൂചനയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഇന്ന് തുടങ്ങും. സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കും. ജനുവരി 7 വരെയാണ് വോട്ടെടുപ്പ്. ഇതിനുശേഷമായിരിക്കും ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസ് ലക്ഷ്യ 2026 രണ്ടാം ദിനം സുൽത്താൻ ബത്തേരിയിൽ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പ് ഇന്ന് സമാപിക്കും. മിഷൻ 2026 പ്രകടന പത്രികയും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാർഗരേഖയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് അവതരിപ്പിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ തീപിടുത്തം. സംസ്ഥാന വ്യാപകമായി സുരക്ഷാ പരിശോധന. ഇന്നലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 500ഓളം ബൈക്കുകൾ കത്തി നശിച്ച സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ പെയ്ഡ് പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കീം അപേക്ഷകൾ ഇന്നു മുതൽ. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീമിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ജനുവരി 31 ആണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരമേറിയ വാഹനങ്ങൾ ബദൽ പാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയിൽ നിർണായക ദിനം. ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ വിധി. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട UAPA കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം കടുക്കുന്നു. ട്രെയിൻ, വിമാന സർവീസുകൾ താറുമാറായി. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും തണുപ്പും തുടരുന്നു. കാഴ്ചാപരിധി കുറഞ്ഞതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള 10ഓളം വിമാനങ്ങളും നിരവധി ദീർഘദൂര ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാർഷിക രംഗത്ത് പുത്തൻ ചുവടുവെപ്പ്. 184 പുതിയ വിളവിത്തുകൾ പുറത്തിറക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള 25 ഇനം വിളകളുടെ 184 പുതിയ വിത്തിനങ്ങളാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വാർത്ത തുടരും. സൈനിങ് ഓഫ്.